രേഖാചിത്രം എന്ന ഫിലിം എടുത്തു. അതെന്നാണ് ഈ തുടങ്ങുന്ന ഈ കോൺവെർസേഷൻ മലയാളത്തിൽ. അതുപോലെ ഗഗനചാരി എന്നൊരു ഫിലിമുണ്ട്. 2 ഫിലിംസ് എന്നാണ് ഈ AI ആദ്യമായിട്ട് ഒരു മെയിൻ സ്ട്രീം മൂവിയിൽ ഉപയോഗിക്കുന്നത്. മമ്മൂട്ടിയുടെ DAGing ആണ് ആ ഒരു രേഖാചിത്രം എന്ന സിനിമയിൽ വരുന്നത്. അത് എത്തിക്കലാണോ അല്ലയോ? What do you think? കൺസിഡർഡ് ആയിരിക്കും. അത് ഓഡിയൻസിന്റെ പാട്ട് നോക്കുമ്പോൾ എത്തിക്കലാണോ അല്ലയോ? നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണോ അത് ചെയ്യുന്നത്? അതാണ് ബിക്കോസ് ദ $1 million ക്വസ്റ്റൻ ഇസ്, ഇവർ ഫിലിം മേക്കേഴ്സ് വന്ന് നമ്മളെ പറ്റിക്കാണോ അല്ലേ എന്നുള്ളത്. ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ. എനിക്കത് അറിയില്ല. കാരണം ഇറ്റ് ഷുഡ് കം ഫ്രം യു. സർവമായ എന്ന് പറയുന്ന സിനിമ ഇത്രയും ഓടുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യർക്ക് ആ ചീറ്റിംഗ് ഇഷ്ടമാണ്. നമ്മൾ പ്രേതത്തിന്റെ കഥ പറയാറില്ലേ, നമ്മൾ മാജിക് നമ്മൾ ആസ്വദിക്കാറില്ലേ? നമ്മളെ വളരെ സ്ട്രോങ് ആണ് ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനിൽ ഇത്തരം ഫിക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അതിനെയൊക്കെ തന്നെ റിയലിസത്തിന്റെ കണ്ണിൽ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ചീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ലോ. ഇപ്പൊ ലോകം ഇത്രയും സക്സസ്ഫുൾ ആവുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ ഉള്ളത് കൊണ്ടാണ്. അതെ. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത്, ഇപ്പൊ AI യഥാർത്ഥത്തിൽ അതിന്റെ ഒരു മോഡേൺ റോളാണ് യഥാർത്ഥത്തിൽ AI വഹിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അപ്പൊ നമ്മൾ ചീറ്റിംഗ് ആണോ റിലേറ്റീവ് ആണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ രാജമൗലി സിനിമ പിടിച്ചപ്പോ ഇപ്പം ആ ഒരു കിരീടധാരണം ഒരു സീൻ ഉണ്ടല്ലോ. ഐ തിങ്ക് ഈ മിനി മൂവീസ് ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് രാജമൗലി ചെയ്തപ്പോ അതിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ AI ആ ക്രിയേറ്റിവിറ്റി റീപ്ലേസ് ചെയ്യുന്നു? ഇല്ല. അതുപോലത്തെ ഒരു സാധനം വേണമെങ്കിൽ മുന്നേ കണ്ട ഡാറ്റയിൽ നിന്ന് പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. രാജമൗലിയുടെ മനസ്സിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന ഭാവന ഒരിക്കലും AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. മീൻസ് AI is improvising. AI is not innovating. See, that is the difference. AI ഒരിക്കലും ഒരു ഇൻവെൻഷൻ അവിടെ നടത്തുന്നില്ല, പക്ഷെ ഇംപ്രവൈസേഷൻ നടത്തുന്നുണ്ട്. മനസ്സിലായി? അതായത് ഇപ്പൊ സെറ്റ് ഒരു ഐഡിയ, സേറിന്റെ ഒരു ഐഡിയ, he can mix both of them and he can create a new idea. അത് രണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെ ഐഡിയയുടെ ഒരു മിക്സ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സംതിങ് ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് ബൈ യുവർ ഓൺ. ഇപ്പൊ ഞാനൊന്ന് തന്നാലും സാറിന്റെ എന്റെ ഒരു ഐഡിയാസ് മിക്സ് ചെയ്തിട്ട് ഒരെണ്ണം തരുന്നത് ന്യൂ ആണ്. ആക്ച്വലി ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കും, ഇത് ഏകദേശം ഒരു ഇളയരാജ സ്റ്റൈലാണ് നമ്മൾ പറയില്ലേ. അതായത് അത് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇളയരാജ സ്റ്റൈലിൽ പിന്നെ അയാളുടെ അഡീഷനും കൂടെ. പക്ഷെ അതിനൊരിക്കലും നമ്മൾ ടെക്നോളജി ആൾക്കാർക്ക് അതൊരു ഇൻവെൻഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ജസ്റ്റ് ആൻ ഇംപ്രവൈസേഷൻ. ബട്ട് സംതിങ് ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് യുവർ ഓൺ, അത് ഒരിക്കലും AI, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, cannot replace that. AI നമ്മളെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത്, the person who know AI will replace you. തുടങ്ങി AI എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, 2018 തുടങ്ങി. 2005 ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ചെയ്തതാ. മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ M.Tech in AI ആ ചെയ്തത്. അപ്പൊ തുടങ്ങി ഞാൻ AI വർക്ക് ചെയ്യാണ്. നമ്മള് ഒരു ബ്ലെൻഡ് ഓഫ് ഈ റിയലിസ്റ്റിക് ഷോട്ട്സും AI ഷോട്ട്സും ഒരു മിക്സ്, നോട്ട് കംപ്ലീറ്റ്ലി AI. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ എല്ലാം ട്രെയിൻ ചെയ്തേക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. ഓക്കെ, അപ്പൊ അത് ഇൻഹെറന്റ്ലി ബയസ്ഡ്. ഇപ്പോൾ ആസ് വി സ്പീക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സൈൻഡ് വിത്ത് ChatGPT. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങൾ പഠിക്കുന്നത് ChatGPT ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഫോർ ഗോഡ്സ് സേക്ക്, 800-year-old യൂണിവേഴ്സിറ്റി. We are living in a very dangerous world. അപ്പോൾ ഈ ഡേറ്റ 100% സെക്യൂർ ആണെന്ന് ചോദിച്ചാൽ I would be lying if I tell you yes. നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ബയസ്. ഒരിക്കലും പാടില്ല. ഫെയർനെസ് ആൻഡ് ബയസ്. അത് നമുക്കിപ്പോൾ ഏത് കമ്പനി ആയാലും ഏത് ടീമായാലും വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഗവേണൻസ് ടീമുണ്ട്. അവരാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത്, ഈ എത്തിക്കൽ കൺസിഡറേഷൻസ്. അതായത് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റ എപ്പോഴും ഈക്വലി ആയിരിക്കണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് 5 ജെൻഡർ 5 ഫീമെയിൽ അതിലുണ്ടായിരിക്കണം. അതാണ് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റയാണ് ഇതിനെല്ലാം. അല്ലാണ്ട് അതിന് സ്വന്തമായിട്ട് ഒരു ബുദ്ധിയില്ല. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ ഈ വരുന്നത്. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം എത്തിക്സ് ആദ്യം ഉണ്ടാകും. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു, ലൈക്ക് ഒരാൾ ടാറ്റു ഉപയോഗിക്കാൻ ഇന്ത്യൻ സ്കിൻ
അതായത് ഇപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റയിൽ എല്ലാ തരത്തിലുള്ള എന്താ പറയുക എത്നിസിറ്റീസ് കൺസിഡർ ചെയ്യണം നമ്മൾ. അതുപോലെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് എക്സ്പ്ലെയിനബിൾ AI എന്ന് പറയും. ദർ ആർ 2 things, റെസ്പോൺസിബിൾ AI ആൻഡ് എക്സ്പ്ലെയിനബിൾ AI. എക്സ്പ്ലെയിനബിൾ AIയിൽ അതായത് ഞാനിത് പ്രെഡിക്റ്റ് ചെയ്തു, വൈ ഡിഡ് യു ഡൂ ദാറ്റ്, അതിനും അത് ആൻസറബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഫിനാൻസ് സെക്ടറിലാണെങ്കിൽ ലോൺ കൊടുക്കാൻ എന്തുകൊണ്ട് അയാൾക്ക് ലോൺ കൊടുത്തില്ല, അതുവരെയും അത് ആൻസർ ചെയ്യാറായിരിക്കണം. അത്ര ഒരു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം മാത്രമേ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും whenever you build a system, the first question is whether it is transparent, whether it is fair, whether it is biased to any area, and copyright is used. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അവർ ഉപയോഗിക്കുന്നു. ഇൻ്റർനെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് നല്ല ആൾക്കാർ നല്ല എഴുതിയതൊക്കെ. അതൊക്കെ എടുത്ത് നമുക്ക് ശരിക്കും ട്രെയിൻ ചെയ്യാൻ പാടുമോ? അത് ലീഗലി ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് യെസ്. പക്ഷെ അത് എത്തിക്കലാണോ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോ. കാരണം അത് ഒരാളുടെ വർക്കാണത്. അയാളുടെ അത്രയും വർഷം അയാൾ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ആ ഒരു വർക്കിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഉപയോഗിച്ചു അത് അങ്ങ് പാടില്ല. ശരിക്കും ലൈസൻസ്ഡ് അല്ലെങ്കിൽ കൺസെൻറ്റ് ഫോം ഇതെല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഹീ ഹാസ് ദി ഓണർഷിപ്പ്. അപ്പോൾ ഇപ്പോൾ ഒരു AI ജനറേറ്റഡ് ഒരു സാധനം വരുമ്പോൾ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? ശരിക്കും അത് ചെയ്യുന്ന കമ്പനി, അത് ഡെവലപ്പ് ചെയ്യുന്ന ആൾ, ദ യൂസർ, എവ്രിവൺ ഈസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. അപ്പോൾ ഈച്ച് പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴും ആ ഡാറ്റ ഷുഡ് ബി വെരി വി ഷുഡ് ഗെറ്റ് കൺസെൻറ്റ് ഫ്രം ദ പേഴ്സൺ ഹു ഹാസ് ക്രിയേറ്റഡ് ഒറിജിനൽ. സോ ഇത്തരം കൺസെൻസ് ഒക്കെ നമ്മൾ എല്ലാം ഒരു ജനറൽ AI സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ എത്തിക്സ്. നമ്മൾ ഓരോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അത് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഹെൽത്ത് കെയർ ഓർ ഫിലിം ഇൻഡസ്ട്രി, വേറെവർ ഇറ്റ് ഈസ്, ആ എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഈച്ച് പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനൊരു ഗവേണൻസ് ടീം തന്നെ എല്ലാ കമ്പനിയിലും ഉണ്ടാവും, റെഗുലേറ്ററി ടീം. അവരാണിത് ചെയ്യുന്നത്. ട്രെയിൻ ചെയ്യുന്ന ഡാറ്റയൊക്കെ കെയർഫുള്ളായിരിക്കും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അത് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നേരത്തെ സജീറിന് എന്നോട് ചോദിക്കുകയായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് സാധനമുണ്ട്, അത് എനിക്ക് മാത്രം, അതെനിക്ക് ഷെയർ ചെയ്യാൻ പാടില്ല, അതിന് വേണ്ടി ഞാൻ എങ്ങനെ ബിൽഡ് ചെയ്യും? അപ്പോൾ ഒരുപാട് കോസ്റ്റ് നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ചെയ്തേക്കുന്നത് തന്നെ അവർ ക്ലൗഡിൽ എൻ്റർപ്രൈസ് എടുത്തേക്കുന്നു. അതിൽ നമുക്ക് സെക്യൂർഡാണ്. നമ്മുടെ ഡാറ്റ പുറത്തേക്ക് പോവില്ല ഒരിക്കലും. നമ്മൾ യൂസ് ചെയ്തതായിട്ട് നമുക്ക് തന്നെ ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ കോസ്റ്റ് കട്ടിങ് ആണ് കമ്പയർ ടു കോസ്റ്റ് ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചുകൂടെ കോസ്റ്റ്. എൻ്റെ ഇപ്പോൾ ഒരു 10 crores ഒരു മൂവി പിടിക്കുമ്പോൾ ഒരു 5 lakh or 10 lakh എക്സ്പെൻസ് വരുന്നതിൽ കുഴപ്പമില്ലല്ലോ. അതിപ്പോൾ അതല്ലാതെ ഇപ്പം A100 H100 ഒക്കെ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇതൊക്കെ കോസ്റ്റ്ലി ആയി മാറുന്നത്. അപ്പോൾ അല്ലാത്ത ഓപ്ഷൻസും ഒരുപാടുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഇനി കുറേ ആൾക്കാർ ഞാൻ ഏത് സെഷനിൽ ഇരുന്നാലും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഹ്യൂമനെ റീപ്ലേസ് ചെയ്യുമോ? ഇല്ല. ഇതാരെ ഉണ്ടാക്കിയ? നമ്മൾ തന്നെയല്ലേ ഇത് ഉണ്ടാക്കിയ. അപ്പോൾ തോന്നുന്നുണ്ടോ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല? ഇതൊരു ശരിക്കൊരു കമ്പാനിയനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ 2 ആഴ്ച എടുത്തിരുന്ന വർക്കൊക്കെ ഞാൻ 2 ദിവസം കൊണ്ട് ഞാൻ ചെയ്യും. ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ എന്നെ അപ്സ്കിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യാം. അതായത് ഇപ്പോൾ എവ്രി ഡേ ഐ മേക്ക് ഷുവർ മൈസെൽഫ് ദാറ്റ് ഐ എം ബെറ്റർ ദാൻ മൈ യെസ്റ്റർഡേ. അത് എല്ലാ ദിവസവും എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമുണ്ട്. ആ പ്രൊഡക്ടിവിറ്റി ഹാസ് ഇംപ്രൂവ്ഡ് ലൈക്ക് എനിത്തിങ്. അതാണ് ഈ AI വന്നിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി, ഇപ്പം രാജമൗലി സിനിമ പിടിച്ചപ്പോൾ ഇപ്പം ആ ഒരു കിരീടധാരണം ഒരു സീൻ ഉണ്ടല്ലോ. ഐ തിങ്ക് ഇൻ മെനി മൂവീസ് ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് രാജമൗലി ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ AI ആ ക്രിയേറ്റിവിറ്റിയെ റീപ്ലേസ് ചെയ്യുന്നു? ഇല്ല. അതുപോലത്തെ ഒരു സാധനം വേണമെങ്കിൽ മുന്നേ കണ്ട ഡാറ്റയിൽ നിന്ന് പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. രാജമൗലിയുടെ മനസ്സിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന ഭാവന ഒരിക്കലും AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ക്രിയേറ്റിവിറ്റി വിൽ ബി ഡെഫിനറ്റ്ലി ദെയർ. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യുന്നത് ഈ സെയിം ChatGPT ജെമിനി ആണെങ്കിൽ, ഹൗ യു ഗീവ് ദി ഇൻപുട്ട്, ഹൗ യു ഗീവ് ദാറ്റ് ഇമോഷൻസ് ടു ഇറ്റ്,
അക്കോർഡിംഗ് ടു ദാറ്റ് ഓൺലി ഇറ്റ് വിൽ ഗിവ് ദി ആൻസർ. സോ ആ ക്രിയേറ്റിവിറ്റി അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ കോപ്പി അടിച്ചൊക്കെ സിനിമ ചെയ്യണവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പഴയ പാറ്റേൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ആക്കി തരും എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് തരും. പക്ഷെ അതൊക്കെ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അറിയില്ല. അപ്പൊ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വളരെ സപ്പോർട്ടീവാണ്. അതായത് AI ഇസ് എ ടൂൾ, ഇറ്റ്സ് നോട്ട് ടു റീപ്ലേസ് യു, ഇറ്റ്സ് എ കമ്പാനിയൻ ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ആംപ്ലിഫൈ ദാറ്റ് വോട്ട് യു ആർ ഡൂയിങ്. അതായത് നമ്മുടെ ഇപ്പം ഏത് ഫീൽഡിൽ നോക്കിയാലും എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഹെൽത്ത് കെയറിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഒരു വാക്സിനേഷനൊക്കെ വരണമെങ്കിൽ യൂഷ്വലി എത്ര ഇയേഴ്സ് എടുക്കും. ലൈക്ക് എനിക്ക് തോന്നുന്നു മലേറിയ വാക്സിൻ ഐ തിങ്ക് ഇറ്റ് ടുക്ക് 30+ years. കോവിഡ് വാക്സിൻ യു ഗോട്ട് ഇൻ വിത്തിൻ 1.5 year, റൈറ്റ്? ആൻഡ് അത് ഈ എല്ലാ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ. അതുകൊണ്ട് മാത്രമാണ് ഈ വിത്തിൻ 1.5 years ദാറ്റ് റീച്ച് ടു എവ്രിവെയർ. ശരിക്കും മെഡിക്കൽ ആൾക്കാർക്കൊക്കെ അതൊരു 1 year തന്നെ എത്തി. അത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് പ്രഡിക്ഷൻ, AI, എല്ലാ ടെക്നോളജി യൂസ് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്കത് കിട്ടിയത്. അപ്പം അത്തരം കാര്യങ്ങൾ ഇത് ഇംപ്രവൈസേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ കുറേ ഇപ്പം ഈ മെഡിക്കൽ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡാറ്റയൊക്കെ ശരിക്കും അത് പബ്ലിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. PII ഡാറ്റ എന്ന് പറയും നമ്മൾ, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഡാറ്റ. അതൊന്നും ഒരിക്കലും അത് എത്തിക്കലി അത് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഏത് ഡാറ്റ കൊടുക്കുമ്പോൾ അത്തരം ഡാറ്റ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടേ കൊടുക്കാവൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ഇത്. ഇനി വെൻ യു യൂസ് AI ഒക്കെ ആ സമയത്തും കുറേ കൂടെ എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് ഡാറ്റയെ മലിനപ്പെടുത്താൻ പാടില്ല. കാരണം ഇതാണ് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ഓടുന്നതും പ്രചരിക്കുന്നതും ആയത്. അപ്പം തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക, അതൊരു യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ശരിക്കും എന്നെക്കാട്ടിലും നന്നായിട്ട് സാറിന് പറയാൻ പറ്റും. വെൻ യു യൂസ് AI, when you build AI, I've told you everything, but when you use AI, what are the user responsibilities? I think he can answer that. സാർ തുടങ്ങുന്നത് ഞാൻ ഉമാ മാം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇപ്പോൾ രാജമൗലിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് രാജമൗലി ചിന്തിച്ച പോലെ, അതായത് രാജമൗലി ഇനി എന്ത് ചിന്തിക്കാൻ പോകുന്നു എന്നുള്ളത് AI അറിയില്ല. ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു സംശയം, AI ഇനി എന്താ ചിന്തിക്കാൻ പോകുന്നത് ഈവൻ രാജമൗലിക്കും അറിയില്ല, നമുക്കും അറിയില്ല. AI ചിന്തിക്കുന്ന ഓൺലി ഫ്രം പാസ്റ്റ് ഡേറ്റ. AI ഒരിക്കലും അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, എൻ്റെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, AI പാസ്റ്റ് ഡാറ്റയാണ് ചിന്തിക്കുന്നത്, ശരി. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഐഡിയ AIക്ക് കൊടുക്കുന്നു, എന്നിട്ട് AI അത് പാസ്റ്റ് ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് വീണ്ടും അതിനെ റീക്രിയേറ്റ് ചെയ്ത് തരുന്നു. Again I am recreating 2-3 times. That means AI is improvising. AI is not innovating. See, that is the difference. AI ഒരിക്കലും ഒരു ഇൻവെൻഷൻ അവിടെ നടത്തുന്നില്ല, പക്ഷെ ഇംപ്രവൈസേഷൻ നടത്തുന്നുണ്ട്. മനസ്സിലായി? അതായത് ഇപ്പൊ സച്ചിട്ട് ഒരു ഐഡിയ, സാറിൻ്റെ ഒരു ഐഡിയ, he can mix both of them and he can create a new idea. അത് രണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെ ഐഡിയയുടെ ഒരു മിക്സാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സംതിങ് that you are creating by your own. ഇവിടെയാണ് നമ്മുടെ ഭാഷയുടെ ഒരു പ്രശ്നം വരുന്നത്. ബിക്കോസ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാർ, ദിസ് ഇസ് എ ന്യൂ വൺ, ദാറ്റ്സ് എ ന്യൂ വൺ. ഇപ്പൊ ഞാനൊന്ന് തന്നാലും സാറിന്റെ എന്റെ ഓരോ ഐഡിയാസ് മിക്സ് ചെയ്തിട്ട് ഒരെണ്ണം തരുന്നത്, ദാറ്റ്സ് എ ന്യൂ വൺ. ഇറ്റ്സ് നോട്ട് ഇംപ്രവൈസേഷൻ. ആക്ച്വലി ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കും, ഇത് ഏകദേശം ഒരു ഇളയരാജ സ്റ്റൈലാണ് നമ്മൾ പറയില്ലേ. അതായത് അത് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇളയരാജ സ്റ്റൈലിൽ, പിന്നെ അയാളുടെ അഡീഷനും കൂടെ. പക്ഷെ അതിനൊരിക്കലും നമ്മൾ ടെക്നോളജി ആൾക്കാർക്ക് അതൊരു ഇൻവെൻഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ജസ്റ്റ് ആൻ ഇംപ്രവൈസേഷൻ. ബട്ട് സംതിങ് ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് യുവർ ഓൺ, അത് ഒരിക്കലും AI, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, cannot replace that. വാക്കുകളുടെ ഒരു പ്രശ്നം മാത്രമാണ്. ചിരായുഗത്തിലെ മനുഷ്യന് വാട്സപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അവിടെ ഭാവന ഉണ്ടാവുന്നത് ആ ഒരു ലിമിറ്റിനകത്ത് നിന്നാണ്, കാലത്തിന്റെ ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഇംപ്രവൈസേഷനോ അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷനോ ഒക്കെ നടക്കുന്നത്. അതുപോലെ നമുക്ക് AI ഇനി നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയാൻ നമുക്ക് പറ്റില്ല. I will tell you what is that. Actually,
AI നമ്മളെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു നോ AI വിൽ റീപ്ലേസ് യു. മനസ്സിലായി? അതൊക്കെ ഇപ്പം പറയുന്ന കുറെ slogans ആണ്. അല്ല, കാരണം ഞാൻ 2018 തുടങ്ങി AI എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, 2018 തുടങ്ങി. 2005 ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ചെയ്തതാ. മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ M.Tech in AI ചെയ്തത്. അപ്പം തുടങ്ങി ഞാൻ AI വർക്ക് ചെയ്യാണ്. അപ്പം അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്നൊക്കെ പറയും. അതാണ് ഏറ്റവും ലോ ലെവൽ. അന്നൊന്നും ഒരിക്കലും AI ഈ രീതിയിലേക്ക് എത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ അന്നും ഇപ്പം ചെയ്യുമ്പോഴും നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് അത് എന്താ പറയുക, അത് പ്രൊഡക്ഷനിലേക്ക് ചെന്ന് നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം മിസ്റ്റേക്സ് ആണ് വരുന്നത്. അതൊരിക്കലും ഒരു ഹ്യൂമൻ ഓവർസൈറ്റ് ഇല്ലാണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കണ്ടിന്യൂ ഫ്രം വേർ ഷീ ലെഫ്റ്റ് ഓഫ്. ഇതിൽ നമ്മളിതിൻ്റെ അപ്രോച്ച് തന്നെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസേഴ്സ് ഡിഫറെൻ്റ് ആവും. സി ഈ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ്, ഈ ടെക്നോളജിയിൽ ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ്. അപ്പോൾ ഈ ടെക്നോളജി ഏറ്റവും ഹെൽപ്ഫുള്ളും യൂസ്ഫുള്ളും ആവുന്നത് വെൻ യു പുട്ട് ഹ്യൂമൻ ഇൻ ദ ലൂപ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നൈഫ് കണ്ടുപിടിച്ചത് ഒരിക്കലും നോട്ട് ടു കിൽ പീപ്പിൾ. നമ്മൾ ഒരു ചെറിയ വളരെ മെയിൻറ്റെയിനായിട്ടുള്ള അനലജിയാണ്. നൈഫ് വാസ് ഇൻവെന്റഡ് ടു ജസ്റ്റ് മേക്ക് ലൈഫ് ഈസിയർ ഫോർ us, ടു ചോപ്പ് വെജിറ്റബിൾ ആയാലും ചോപ്പ് മീറ്റ് ആണെങ്കിലും. പക്ഷേ ഇഫ് he chooses to use that knife to stab her, who would you blame? ഈ ടെക്നോളജീനാണോ ബ്ലെയിം ചെയ്യുക നമ്മൾ, അല്ല നൈഫിനാണോ ബ്ലെയിം ചെയ്യുക, യൂസറാണോ ബ്ലെയിം ചെയ്യുക? അപ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് യൂസർ റെസ്പോൺസിബിലിറ്റി. ദാറ്റ്സ് വാട്ട് ഷീ സ്റ്റാർട്ടഡ് വിത്ത്. പിന്നെ അപ്പോൾ ഇത് അപ്രോച്ച് ചെയ്യുന്നത് നമ്മളെങ്ങനെ വെച്ചാൽ ഇത് ഹ്യൂമൻ ഇൻ ദ ലൂപ്പിലാണ് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുന്നത്. അല്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ഗോയിങ് ദർ ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു പുട്ട് ഹ്യൂമൻ ഇൻ ദ ലൂപ്പ്. ഈ ഇതിന് ഒരു കാറ് ഡ്രൈവറില്ലാതെ, ഇപ്പോൾ ഡ്രൈവർലെസ് കാർ എന്നൊക്കെ പറയും, പക്ഷേ ഇതിൻ്റെ രണ്ട് ഡേഞ്ചേഴ്സ്, ഇതിൻ്റെ ചാലഞ്ച് ഡേഞ്ചേഴ്സാണ് പറയുന്നത്. ഇപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ മിത്തോസ് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ആന്ത്രോപ്പിക്കിൻ്റെ ഒരു ടെക്നോളജി കപ്പിൾ ഓഫ് വീക്സ് ഇപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇതാണ് മിത്തോസ് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം അവർ റിലീസ് ചെയ്യാൻ നോക്കി. പക്ഷെ അവർ റിലീസ് ചെയ്തില്ല പബ്ലിക്കായിട്ട്, ബിക്കോസ് ഇറ്റ് വാസ് സോ ഡേഞ്ചറസ്. ഇതെന്താ ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് ഒരു തൗസൻഡ്സ് ഓഫ് വൾണറബിലിറ്റി, ഇതുവരെ ഒരാൾക്ക് കണ്ടുപിടിക്കാത്ത വൾണറബിലിറ്റി മറ്റേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ കണ്ടു. അതിൽ കുറേ വൾണറബിലിറ്റി കണ്ടുപിടിച്ചത് ക്ലൗഡിലാണ്. അപ്പോൾ ഹൗ ക്യാൻ വി സേ ക്ലൗഡ് ഈസ് സേഫ്? ഈ ക്ലൗഡ് ഇപ്പോൾ അഷ്യൂർ ക്ലൗഡ്, ഗൂഗിളിൻ്റെ ക്ലൗഡ്, ഇതിൽ കുറേ വൾണറബിലിറ്റി വിച്ച് ഇസ് ബീൻ ദർ ഫോർ 25 years. ഇത് കുറേ വർഷം മുന്നേയുള്ള വൾണറബിലിറ്റി വരെ അത് ഐഡൻറ്റിഫൈ ചെയ്തു. നോട്ട് ഓൺലി ദാറ്റ്, ഇതിലേക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് പോലും ഇത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിച്ച് മീൻസ് യു ഡോണ്ട് ഹാവ് ടു ബി എ ഹാക്കർ. ഇത് നമ്മളോട് പറയും ഇന്ന സ്ഥലങ്ങളിൽ വൾണറബിലിറ്റി ഉണ്ട്. അതോടുകൂടി അവരെന്ത് ചെയ്തു വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം എന്നിട്ട് ഓൺ ദ സെയിം ഡേ ഗൂഗിൾ, ആപ്പിൾ, ഈ ബിഗ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി അവരൊരു പ്രോജക്റ്റ് ഗ്ലാസ് ഒരു പ്രോജക്റ്റ് ഇത് എങ്ങനെ ഇത് പ്ലഗ് ചെയ്യാന്നുണ്ട്. കാരണം നമ്മൾ സേഫ് ആണെന്ന് ഉദ്ദേശിക്കുന്ന ക്ലൗഡിൽ പോലും അപ്പോൾ അവർ നമ്മളോട് ഗ്യാരണ്ടി പറയുന്നു ഓക്കെ യുവർ ഡേറ്റ വിൽ ബി സേഫ്. അത് അവർ പറയുന്നതാണ് നമ്മളോട്. ഇപ്പോൾ മിത്തോസ് കണ്ടുപിടിച്ച വൾണറബിലിറ്റി ഇവർക്ക് പോലും ആർക്കും കണ്ടുപിടിക്കാൻ ഇതുവരെ ഹ്യൂമൻലി പോസിബിൾ അല്ലാത്ത വൾണറബിലിറ്റീസ് ഫ്ലോസ് ആണ് അതിൽ കണ്ടുപിടിച്ചത്, സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്. നോട്ട് ഓൺലി ദാറ്റ്, അതിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് കൂടി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ വി ആർ ലിവിങ് ഇൻ എ വെരി ഡേഞ്ചറസ് വേൾഡ്. അപ്പോൾ ഈ ഡേറ്റ 100% സെക്യൂർ ആണെന്ന് ചോദിച്ചാൽ ഐ വുഡ് ബി ലൈയിങ് ഇഫ് ഐ ടെൽ യു യെസ്. എനിക്ക് അത് ഈ മിത്തോസിന് ശേഷം ഇറ്റ്സ് ഡൗട്ട്ഫുൾ. കാരണം അത് നമുക്കറിയില്ല, കാരണം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് പോയിരുന്നത്. എഗെയിൻ ദാറ്റ് ഈസ് എഗെയിൻ ഈ യൂസർ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ഇതിൽ ട്രെയിനിങ് ഡേറ്റയിലും ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ട്രെയിനിങ് ഡേറ്റ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് ഇവരുടെയൊക്കെ ഇതിൽ വെച്ചാൽ ഡേറ്റ ക്ലീൻ ആണ്. യുവർ ഔട്ട്പുട്ട് ഈസ് ആസ് ഗുഡ് ആസ് യുവർ ഡേറ്റ. അപ്പോൾ ഡേറ്റ എത്രമാത്രം ബയസ്, അത് ഹൂ ഗെറ്റ്സ് ടു ഡിസൈഡ് ദാറ്റ്. ഇപ്പോൾ എനിക്ക് വാട്ട് ഈസ് നോൺ ബയസ് അൺബയസ് ഫോർ മീ മൈ നോട്ട് ബി, നിങ്ങൾക്ക് ചിലപ്പോൾ ബയസ്ഡ് ആയിരിക്കും. അത് ആരെ ഡിസൈഡ് ചെയ്യുക ഈ ഡേറ്റ ഇതാണെന്നുള്ളത്? 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിൽ ഈ ജെമിനായി ഇറങ്ങിയ ഒരു 2-3 വർഷം മുമ്പ് ജെമിനായി ഇറങ്ങിയ സമയത്ത് ഒരുപാട് കംപ്ലൈൻറ്റ് വന്നു. കാരണം ഈ LLMs ഒന്നും ട്രെയിൻഡ് ഒക്കെ കൊക്കേഷ്യൻ വൈറ്റ്. ഇപ്പോൾ 10 ടോപ്പ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ് പറഞ്ഞാൽ ഒരു 10 മെയിൽ വരും, വൈറ്റ് കൊക്കേഷ്യൻ മെയിൽസ്. ഇപ്പോൾ 10 ടോപ്പ് ഇന്നോവേറ്റേഴ്സ് പറഞ്ഞാൽ വിമൻ വരില്ല. ആക്ച്വലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വാസ് ഇൻവെന്റഡ് ബൈ എ വുമൻ.
എയ്ഡ ലവ്ലേസ്, ലിറ്ററേച്ചർ കണക്ഷൻ ലോർഡ് ബൈറന്റെ മകളാണ് അവർ, പോയിട്ട് ലോർഡ് ബൈറന്റെ. അപ്പോൾ അതൊന്നും ആരും അറിയില്ല. അപ്പോൾ ഇവരെന്ത് ചോദിച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ എന്ത് ചോദിച്ചാൽ ഗൂഗിൾ ഇതിനെ ഒന്നുകൂടി റീട്രെയിൻ ചെയ്തു ജെമിനൈനെ. ഗസ് വാട്ട് ഹാപ്പൻ. പിന്നെ ഈ അത് പൊളിറ്റിക്കലി ടു കറക്റ്റായി. അതായത് യുഎസിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് വെച്ചപ്പോൾ 5 ബ്ലാക്ക് ഫേസസ് ആവുന്നത്. യുഎസിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ബ്ലാക്സ് ഇല്ല, ഓൺലി വൈറ്റ് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ജെമിനിക്ക് എന്താ പ്രശ്നം പറ്റിച്ചാൽ അത് കൺഫ്യൂസ്ഡ് ആയി പോയി. പൊളിറ്റിക്കലി ടു കറക്റ്റായി. അങ്ങനെ ഒരു പ്രശ്നം വരും. ഇതിന് ഒരു ഡൗൺ സൈഡും ഉണ്ട്. അപ്പൊ ഇത് ഇറ്റ് വേരീസ്. ഇത് ഡേറ്റ വാട്ട് ഗോസ് ഇൻ. ഈ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ ഒരു ഫേമസ് അനോളജി ഉണ്ട്, ഗിഗോ. Garbage in, garbage out. You feed with garbage and you get only garbage out. Gigo. അപ്പോൾ അതുപോലെ ആരാണ് ഇത് ബയസ്, ഇത് ഈ പറഞ്ഞ തന്നെ ഏറ്റവും കീ. ബിഫോർ യു ഗെറ്റ് ഇൻ ടു എവറിത്തിങ് വാട്ട് ഷീ സെഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആ ഒരു ഇത് ഗവേണൻസിൽ വാട്ട് ഡേറ്റ ഗോസ് ഇൻ, ആ ഡിസിഷൻ മേക്കിങ്ങിൽ ആരാണ്, ഹൂ ഗെറ്റ്സ് ടു ഡിസൈഡ് ദാറ്റ്. ഇപ്പൊ നമ്മള് ഡൊണാൾഡ് ട്രംപ് ഒരു ഇതുണ്ടാക്കാന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഫേഷ്യൽ റെക്കഗ്നിഷൻ ഡേറ്റ വെച്ചിട്ട് ആമസോണിന്റെ റിംഗ് പറഞ്ഞിട്ട് ഇതുണ്ട്, ഒരു ക്യാമറ തിങ്, സെക്യൂരിറ്റി ഡിവൈസ് ആണ്. അപ്പൊ റിംഗിന്റെ ഡേറ്റ അവർ സേവ്. റിംഗിന്റെ ഡേറ്റ ആക്ച്വലി ഷെയർഡ് ബൈ 50 പോലീസ് ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ സ്റ്റേറ്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിൽ റിംഗ് വെച്ച് ആ വഴി ആരൊക്കെ പോകണം, അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം. ഈ ഡേറ്റ ഒന്നും സേഫ് അല്ല. ഇവൻ ആമസോൺ ഇറ്റ്സ് ആൻ ആമസോൺ പ്രോഡക്റ്റ്. ആമസോൺ പ്രോഡക്റ്റ് സേഫ് ആണെന്ന്. എന്നിട്ട് ഇത് വെച്ചിട്ട് US കോൺഗ്രസിലെ ആൾക്കാരെ ഇപ്പോ half of them actually were flagged as criminals. Half of the US Congress members were flagged off as criminals, convicted criminals. Now when it comes to filmmaking, അതിലാണ് നമ്മളിപ്പോൾ ഫിലിം മേക്കിംഗിൽ വരുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഇത് ഉപയോഗിക്കാം, ഇപ്പോൾ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് എത്തിക്കലായിട്ട് വരുന്നത് നമ്മുടെ ഫിലിം മേക്കിങ്ങിൽ. നമ്മൾ ഇതിൻ്റെ ഈ ബാക്കെൻഡ് വിട കുറച്ച് നേരം വിട്ടുകളെ, കാരണം അത് ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഇതിൽ 2 ആർഗ്യുമെന്റ്സ് വരുന്നത്. ഇപ്പോൾ അതിലൊരു ക്ലിയർ കട്ട് ആൻസർ. ഇപ്പം എൻ്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. ഐ മേ ബി റോങ്, ഫീൽ ഫ്രീ ടു, യു ഡോണ്ട് ഹാവ് ടു അഗ്രി വിത്ത് മീ. എൻ്റെ ഒരു ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 2 എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ രേഖാചിത്രം എന്ന് പറഞ്ഞ ഫിലിം എടുത്തു. അതെന്നാണ് ഇത് തുടങ്ങുന്ന ഈ കോൺവെർസേഷൻ മലയാളത്തിൽ. അതുപോലെ ഗഗനചാരി എന്നൊരു ഫിലിമുണ്ട്. 2 ഫിലിംസ് എന്നാണ് ഈ AI ആദ്യമായിട്ട് ഒരു മെയിൻ സ്ട്രീം മൂവിയിൽ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മമ്മൂട്ടി അതിൽ ഡി-ഏജിങ് എന്നൊരു മമ്മൂട്ടിയുടെ ഡി-ഏജിങ് ആണ് ആ ഒരു രേഖാചിത്രം എന്ന സിനിമയിൽ വരുന്നത്. അത് എത്തിക്കലാണോ അല്ലയോ? What do you think? അല്ല, കൺസിഡേർഡ് ആയിരിക്കും. അത് ഓഡിയൻസിന്റെ പാട്ട് നോക്കുമ്പോൾ എത്തിക്കലാണോ അല്ലയോ? നമ്മൾ ഓഡിയൻസ് ആയിട്ട് ആലോചിക്കുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണോ അത് ചെയ്യുന്നത്? അതാണ് ദാറ്റ്സ് ബിക്കോസ് ദ $1 million ക്വസ്റ്റ്യൻ ഇസ് ഇവർ ഫിലിം മേക്കേഴ്സ് വന്ന് നമ്മളെ പറ്റിക്കാണോ അല്ലേ എന്നുള്ളതാണ്. അതിൽ 2 തരത്തിൽ. ഇപ്പൊ നമ്മൾ വളരെ പോപ്പുലർ ആയിട്ട് ഈ ഇന്റർനെറ്റ് ഈസ് ബ്ലോയിങ് അപ്പ് വിത്ത് ദാറ്റ്. ഈവൻ ഐ ക്രിയേറ്റഡ് വെൻ യു ആർ 5 years old വരെ ഒരു ഫിലിം ഇത് വരുന്നുണ്ട്. ഇപ്പോൾ അത് ആക്ച്വൽ നമ്മുടെ പിക്ചർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തത് എൻ്റെ 5 വയസ്സുള്ള പിക്ചറും എൻ്റെ ഇപ്പോഴത്തെ പിക്ചറും വെച്ചിട്ട് ഇൻ കോൺവെർസേഷൻ വിത്ത് ഈച്ച് അതർ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഓഡിയോ മറ്റേ ടെക്സ്റ്റ് വെച്ചിട്ട് വാട്ട് ഇഫ് ഐ ഗെറ്റ് ടു സ്പീക്ക് ടു മൈസെൽഫ് 5 years of me, ആ സമയത്തുള്ള കോൺവെർസേഷൻ തൊട്ട്. അപ്പോൾ അത് ആക്ച്വൽ പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് ഇന്റർനെറ്റിൽ ഇത് ബ്ലോ അപ്പ് ചെയ്തല്ലേ. പക്ഷേ ഈ AI ഉപയോഗിച്ച് നമ്മുടെ ഇപ്പോഴത്തെ പിക്ചർ നമ്മളെ ഡി-ഏജിക്കാൻ പറ്റും. അത് എത്തിക്കലാണോ അല്ലയോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ഈ മമ്മൂട്ടിയുടെ ഇതിൽ വരുന്നത്. ഇപ്പോൾ ഈ ഗഗനചാരിയിൽ എന്താ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവര് ഈ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ദാറ്റ്സ് ഓക്കെ വിത്ത് മീ. ഓക്കെ, ഇപ്പോൾ ഹാരി പോട്ടറിലെ അവതാറിലെ ആ സീൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് എത്തിക്കലാണോ അല്ലയോ? ഇപ്പോൾ രാജമൗലിയുടെ കേസ് പറഞ്ഞു. രാജമൗലിയിലെ ആ വാർ സീൻ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന എത്തിക്കലാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഈ ഫിലിം മേക്കിങ്ങിൽ. ഓക്കെ, നമ്മളൊരു 1000 എലിഫൻസ് വേണം ഈ ഫൈറ്റ് നടക്കണമെങ്കിൽ, ഒരു 1000 കുതിരകൾ വേണം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ലൈക്ക് ബ്ലിങ്ക് ഓഫ് ആയി നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ സൂപ്പർ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് എത്തിക്കലാണോ അല്ലയോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ. അതുപോലെ ഡി-ഏജിങ് വിത്തൗട്ട് ദ ഓൾഡ് ഇമേജ്. ഇപ്പോൾ അടുത്ത് ബിജു മേനോന്റെ ഒരു റീസെന്റ് എന്തൊരു കള്ളൻ നമ്മുടെ സിനിമ, ആ കള്ളൻ അതിലയാളുടെ യങ് ഏജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് AI ആണ്. അത്
ആക്ച്വൽ പിക്ചർ വെച്ചിട്ടില്ല, അത് AI വെച്ചിട്ട് ഡി-ഏജിങ് ചെയ്തേക്കാണോ അതിൽ ആ പിക്ചറിൽ. അത് എത്തിക്കലാണോ അല്ലയോ? ദാറ്റ്സ് വാട്ട് യു ഷുഡ് ബി അഡ്രസ്സിങ്. എനിക്ക് ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ, എനിക്കത് അറിയില്ല. കാരണം ഇറ്റ് ഷുഡ് കം ഫ്രം യു. ഒരു ഓഡിയൻസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതാണ് ഈ ഇതിൽ ഫിലിം മേക്കിംഗിൽ എത്തിക്സ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഡി-ഏജിങ്, അതുപോലെ തന്നെ നമ്മൾ ഇല്ലാത്തൊരാൾ, ഫോർ എക്സാമ്പിൾ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഗാന്ധിയുടെ അതൊരു VR പ്രോജക്റ്റ് ആണ്. അപ്പോൾ അതിൽ VR-ഉം കൂടി വെർച്വൽ റിയാലിറ്റിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് ഈ ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് റീക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അത് VR-ലാകുമ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് യു കൻ വാക്ക് വിത്ത് ഗാന്ധി എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ ദണ്ഡി മാർച്ച് എന്താണ്, ഗാന്ധി എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഗാന്ധി, അപ്പോൾ ഗാന്ധിയുടെ നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുട്ടേജ് ഉണ്ട്. ഓക്കെ, അത് കോപ്പിറൈറ്റ് അല്ല. അപ്പോൾ പക്ഷേ അതിൽ കുറെ ഹോൾസ് ഉണ്ട് ഈ സ്റ്റോറിയിൽ. അത് ബേസ്ഡ് ഓൺ ദ ഡോക്യുമെന്റേഷൻ, ആക്ച്വൽ ഡോക്യുമെന്റേഷൻ. ഗാന്ധിയുടെ എന്നൊക്കെ ആക്ച്വൽ ഡോക്യുമെന്റേഷൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിക്ഷണലൈസ് ചെയ്യല്ല ചെയ്യണേ, നമുക്കത് ഒരിക്കലും പറ്റില്ല ഡോക്യുമെന്ററിയിൽ. അപ്പോൾ അതിൽ കുറെ ഭാഗത്ത് നമുക്ക് പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ പിക്ചേഴ്സിനെ ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്തിക്കലാണോ അല്ലയോ? ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ ടു ദിസ്. ഫോർ മീ ഇറ്റ് ഈസ് എത്തിക്കൽ. കാരണം ആ ഹോൾസ് ഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സിനെ ആനിമേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, നമ്മളത് ക്രിയേറ്റ് ചെയ്യല്ല. ഗാന്ധി എന്ന് ഗാന്ധി പോലെ ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതാണ് എത്തിക്കലാണ്. ഓക്കെ, അത് ഇല്ലാത്തൊരു സീൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്ഥലത്ത് ഇപ്പോൾ ഗാന്ധിനെ കൊണ്ടു നിർത്തുക, അതൊക്കെ അത് എത്തിക്കലാണ്. പക്ഷേ നമ്മൾ ബേസ്ഡ് ഓൺ ആക്ച്വൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. അത് എത്തിക്കലാണോ അല്ലയോ? ഐ എം ജസ്റ്റ് ത്രോയിങ് ദീസ് ക്വസ്റ്റ്യൻസ് അറ്റ് യു. ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ. എനിക്കതിനുള്ള ആൻസേഴ്സ് ഇല്ല. പിന്നെ അതാണ് അല്ല, അതാണ് ഞാൻ പറഞ്ഞില്ല, എനിക്കതിനുള്ള ഒരു ആൻസർ ഇല്ല. പക്ഷെ ബേസ്ഡ് ഓൺ ആക്ച്വൽ ഡോക്യുമെന്റഡ്. ഇപ്പോൾ ഇതെന്നെ തോന്നിയില്ലേ, ഇപ്പോൾ ഞങ്ങളുടെ ഒരു ലിറ്റിൽ ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഫിലിംസ് ആണത്. അപ്പോൾ അതിൽ അവർ 2 minute 3 minutes ഡോക്യുമെന്ററീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ ക്ലൈമറ്റ് ക്രൈസിസ്, അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത സ്റ്റോറി ക്ലൈമറ്റ് ക്രൈസിസ് ആണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ നെറ്റ് സീറോ എന്ന് പറയും, അത് 1.5 ഡിഗ്രിയാണ് ഇപ്പോൾ പ്രീ ഇൻഡസ്ട്രിയൽ ഇതിനേക്കാൾ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആർട്ടിക്സ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ വേൾഡ്. അപ്പോൾ നമുക്കൊരു 10 വർഷം കഴിഞ്ഞാൽ എന്തിരിക്കുന്നത്, ഇപ്പോൾ ബേസ്ഡ് ഓൺ ഡേറ്റ, സയന്റിഫിക് ഡേറ്റ ഉണ്ട്. ഇപ്പോൾ ഈ UN ഒക്കെ ഡേറ്റ ഉണ്ട്. ഇത്ര ടെമ്പറേച്ചർ 1.5 2.2 ഡിഗ്രി കൂടി കഴിഞ്ഞാൽ ഈ ആർട്ടിക് സർക്കിളിൽ ഇതൊക്കെ മെൽട്ടാവും. അങ്ങനെ മെൽട്ടായി കഴിഞ്ഞാൽ സീ ലെവൽ കൂടും. അപ്പൊ എവിടെയൊക്കെ ഇപ്പൊ ഈ ബാംഗ്ലാദേശ് അതുപോലെ ലോ ലൈങ് ചില ഐലൻഡ്സ് ഒക്കെ ഡിസപ്പിയർ ചെയ്യും. ഇതൊക്കെ ബേസ്ഡ് ഓൺ സയന്റിഫിക് ഡേറ്റ ബേസ്ഡ് ആണ്. അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് ആണോ? അത് നമുക്ക് 30 വർഷം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് സെയിം തിങ് അപ്ലൈസ് ടു ഗോയിങ് ബാക്ക്. നമ്മളൊരു സ്റ്റോറി ചെയ്യാണ് ഇപ്പോൾ മോഹൻജോദാരോ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഗ്രീക്ക് സിവിലൈസേഷൻ 3000 years ago. അതിനൊക്കെ ഡോക്യുമെന്റഡ് നമ്മുടെ ഇതുണ്ട്, ഡോക്യുമെന്റഡ്. അതായത് പല പല ഈ സ്റ്റോണിൽ എഴുതി വെച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു സ്റ്റോറി ഞാൻ ഐ ഡോണ്ട് നോ വെദർ ഐ കുഡ് ഷോ ഹിയർ. ഒരു ടീം ചെയ്ത സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ ഈജിപ്ഷ്യൻ എന്തായിരുന്നു ജോർഡനിൽ ഒരു സ്ഥലം, ഞാൻ പേര് പെട്ര എന്ന് പറഞ്ഞൊരു പ്ലേസിൽ ജോർഡനിൽ. അപ്പോൾ പെട്ര എന്ന് സപ്പോസ് ടു ബി 7th wonder. ഈ താജ്മഹലിന് ശേഷം അവർ പെട്ര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 7th or 8th അതിന് മുമ്പ്. അപ്പോൾ ആ പെട്ര 4,000 years ago പെട്രയിലൊരു വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, വിത്ത് ഇറിഗേഷൻ ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രേഡിങ് നടന്നതോടെ ആ സിവിലൈസേഷന്റെ സ്റ്റോറി ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സിന്റെ അതിൻ്റെയൊക്കെ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് വി കൻ ഓൺലി റീക്രിയേറ്റ്. അത് ചീറ്റിംഗ് ആണോ? ഇവിടെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഒരു ചെറിയ സംശയം. ഇപ്പൊ പറഞ്ഞതിനകത്ത് ഇതൊന്നും ചീറ്റിംഗ് അല്ല, ഇതൊക്കെ ഇൻഫർമേഷൻ പാസിംഗ് ആണെന്ന്. അത് ഡോക്യുമെന്ററി, ഇൻഫോർമേറ്റീവ് ഡോക്യുമെന്ററി, അങ്ങനെ ഈ വേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേർഡ്സിൽ ഉണ്ടാവുന്ന ചെറിയൊരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നേരത്തെ ഷമീർ ഡോക്യുമെന്ററീസ് ഷമീറിന്റെ തന്നെ ഒരു സ്റ്റോറി ഉണ്ട്, മറ്റേ കേവ്സ് ഉണ്ട്. അപ്പൊ ഈ വയനാട് എന്തോ കേവിന്റെ പേര്, ആ കേവ്സില് മറ്റേ ഒരു 1930s ഏർലി 1900s അവിടുന്ന് ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ആ സ്റ്റോറി ഞാൻ മറന്നുപോയി. അപ്പൊ അതൊക്കെ ഡോക്യുമെന്റ്സിൽ ഇങ്ങനെ ബ്രിട്ടീഷുകാരും വരുന്നു, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു, അതൊക്കെ എയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കണേ. പക്ഷെ ഞാൻ വാട്ട് ഐ വുഡ് അഡ്വൈസ് ഈസ്, എൻ്റെ അപ്രോച്ച് എങ്ങനെ ഒരു ബ്ലെൻഡ് ഓഫ് AI ആൻഡ് റിയൽ. അതിലാണ് ഇത്
ഫ്യൂച്ചർ അൺലെസ് യു ആർ ഡൂയിങ് എ ഫ്യൂച്ചറിക് സ്റ്റോറി. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ക്രൈസിസ് ആഫ്റ്റർ 30 years എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു 3000 years ഒക്കെ മുമ്പ് ഉണ്ടായി, ആ കാര്യങ്ങളല്ലാതെ ഇതിൻ്റെ ഒരു എത്തിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്പോൺസിബിൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഒരു ബ്ലെൻഡ് ഓഫ് ഈ റിയലിസ്റ്റിക് ഷോട്ട്സും AI ഷോട്ട്സും കൊണ്ട് ഒരു മിക്സ്, നോട്ട് കംപ്ലീറ്റ്ലി AF. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് വിത്ത് എ ബാഡ് മൈഗ്രെയിൻ, ഹു ഡു യു ബ്ലെയിം? മാർക്ക് സക്കർബർഗ്. അയാൾ കാരനാണ്, ഇൻസ്റ്റാഗ്രാം കാരനാണ് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടായെന്ന്. നമ്മൾ നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് യൂസർ റെസ്പോൺസിബിലിറ്റി. ഞാൻ ചില വർക്ക്ഷോപ്പ്, ജർമ്മനിയിൽ വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ അവിടെ ഈ സോഷ്യൽ മീഡിയ ലിറ്ററസി അന്ന് കാലത്ത് പഠിപ്പിച്ചിരുന്നത് ഈ 10-year-oldsനാണ്. ഇപ്പോൾ ഈ അവിടെ ആദ്യം പഠിപ്പിക്കുക സ്കൂളുകളിൽ യൂസർ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. സെയിം തിങ് അപ്ലൈസ് ടു AI. ഐ തിങ്ക് ദ നീഡ് ഓഫ് ദ അവർ ഇസ് AI ലിറ്ററസി എന്നുള്ളൊരു ഇത് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ AI ലിറ്ററസി നമ്മുടെ ഈ ലൈക്ക് യുവർ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ്, ഇത് എവിടെ ഉപയോഗിക്കും, എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെ പറ്റി അതൊരു കൾച്ചർ തന്നെ. ഇപ്പോൾ യൂറോപ്പിലാണ് ഇത് ഏറ്റവും സ്ട്രോങ്കസ്റ്റ് റെഗുലേറ്ററി സിസ്റ്റം ഉള്ളത്. ഈ ഫ്രെയിംവർക്സ്, റെഗുലേഷൻ അല്ല, ഫ്രെയിംവർക്സ് ഉള്ളത് യൂറോപ്പിലാണ്. ഈ LLM എല്ലാം ട്രെയിൻ ചെയ്തേക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. ഓക്കെ, അപ്പോൾ അത് ഇൻഹെറൻ്റ്ലി ബയസ്ഡ്. അപ്പോൾ അവിടെ തന്നെ ബയസ് തുടങ്ങി. ഇത് US ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഓൺ ജസ്റ്റ് വൺ ലാംഗ്വേജ്, പ്രോബ്ലി ദ ലാർജസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്. പക്ഷെ അതൊരു ലാംഗ്വേജ്, അതും US ഇംഗ്ലീഷിൽ മാത്രമാണ്. അത് ഇസ് ഇറ്റ് അപ്പോൾ അത് ക്യാൻ ഇറ്റ് ബി ബയസ്ഡ്? യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബയസ്ഡ്. അപ്പോൾ കൃത്രിം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹേർഡ് ഓഫ്. കൃത്രിം എന്ന് പറഞ്ഞ സാൻസ്ക്രിറ്റിൽ ആർട്ടിഫിഷ്യൽ എന്നാണ് ഒരു ഓർഗനൈസേഷൻ്റെ. പഴയ സ്വിഗ്ഗി, സുമാറ്റോയുടെ ഒക്കെ ഒരു ഫൗണ്ടർ ഉണ്ട്, അയാളാണ്. അപ്പോൾ വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് ഞാൻ ഐ വാസ് പാർട്ട് ഓഫ് ദിസ് സജഷൻ. ഇത് സജസ്റ്റ് ചെയ്ത് നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജസിലൊരു LLM-നെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജസ് ആർ സോ റിച്ച്. ഇപ്പോൾ നമ്മൾ തമിഴ് എടുത്തു കഴിഞ്ഞാൽ ഗോസ് ബാക്ക് ടു 5000 years. മലയാളം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിറൈവ്ഡ് ഫ്രം തെലുഗു, മറാഠി, ഗുജറാത്തി, ബംഗാളി, അങ്ങനെയുള്ള തെലുഗു ലാംഗ്വേജ്. ഇതിലൊരു ഒരു LLM-നെ ട്രെയിൻ ചെയ്താൽ അത് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? യു ഡോണ്ട് നോ. അപ്പോൾ അതിന് വെച്ചാൽ അത് ബൈ ഡിസൈൻ ഇറ്റ് ബി ഡിവേഴ്സ്. ഇപ്പോൾ US ഇംഗ്ലീഷ് മാത്രം ട്രെയിൻ ചെയ്ത ഒരു സാധനം നിന്ന് ഒരിക്കലും ഡിവേഴ്സിറ്റി ഇല്ല അതിൽ. അപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജസിൽ മാത്രം ട്രെയിൻ ചെയ്തൊരു സാധനം അതെങ്ങനെയായിരിക്കും നമുക്കറിയില്ല. കാരണം ദർ ഇസ് നോ സച്ച് സിസ്റ്റം. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അതാണ് ഐ എം പാർട്ട് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. പിന്നെ ഇതിന് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു യൂസ്ഡ് മിസ്ട്രൽ. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ മിസ്ട്രൽ എന്ന് പറഞ്ഞാൽ? എല്ലാം ഈസിയുമായിട്ട് യൂസ്. ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ മിസ്ട്രലാണ്. മിസ്ട്രൽ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഓപ്പൺ സോഴ്സ് LLM ആണ്. അത് ഫ്രഞ്ചാണ്. അത് മാത്രമാണ് ഈ non-US ആയിട്ടുള്ള LLM ഉള്ളൂ. ഐ എം നോട്ട് ഫൊർഗെറ്റിംഗ് ചൈനീസ്, ഈ ഡീപ് സീക്ക് ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഈ മിസ്ട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രെയിൻ ചെയ്തേക്കുന്നത് 27 യൂറോപ്യൻ ലാംഗ്വേജസ് വെച്ചിട്ടാണ്. അത് എല്ലാ യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസിൻ്റെ ലാംഗ്വേജ് വെച്ചിട്ടാണ് അതിനെ ട്രെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മിസ്ട്രലിൽ ഒരു കാര്യം ചെയ്തിട്ട് അത് തന്നെ ചാറ്റ് GPT ചെയ്യുമ്പോഴൊന്നും യു ക്യാൻ സീ ദ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഈ ബയസ്റ്റും ഈ കാര്യങ്ങളൊക്കെ, അപ്പോൾ ദർ ഇസ് നോ വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇത് ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹാസ് എ റൈറ്റ് ആൻസർ, പക്ഷേ ഇറ്റ്സ് ഫൺ ടു എക്സ്പെരിമെൻറ്റ് ഈ ഡിഫറെൻറ്റ് LLM വെച്ചിട്ട്. ഇപ്പോൾ മിസ്ട്രൽ മാത്രം, ഡീപ് സീക്ക് വേറെ. പക്ഷെ അത് അഗൈൻ ചൈനയുടെ വരുമ്പോൾ പല കൺട്രോൾസ് വരും. അതിൻ്റെ എന്ത് ഡേറ്റയിലേക്ക് പോകണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയൻ്റെ ഈ മിസ്ട്രൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതും അത് ഫ്രീ ആണ്. ഇത് ഓപ്പൺ സോഴ്സാണ് മിസ്ട്രൽ. നമ്മൾ ജെമിനായിലും അല്ലെങ്കിൽ നോർമൽ ഈ യൂഷ്വൽ സസ്പെക്ട്സിലുള്ള ചാറ്റ് GPT, കോപൈലറ്റ്, അതിൽ ചെയ്യണം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത് ഇറ്റ്സ് ഡിസേണബിൾ. അത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കണത് ഇത് രണ്ടിലും എങ്ങനെയാണെന്ന്. അപ്പോൾ അവിടെയും നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും. ഈ ബയസ് ഇന്ത്യൻ ലാംഗ്വേജിന് മാത്രം ഒരു സാധനം ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? വൈ നോട്ട്? ഓക്കെ. പിന്നെ ഐ ഹാവ് എ പ്രോബ്ലം. ഈ നമ്മൾ കേസ് ഇപ്പോൾ ഈ കമ്പനീസ് എല്ലാം കേസ് ഫയൽ ചെയ്തത്. ഇപ്പോൾ സുനോക്കെതിരെ ഈ ബിൽബോർഡ് കേസ് ഫയൽ ചെയ്തു, മ്യൂസിക്കിനെതിരെ. പിന്നെ ചാറ്റ് GPT ഒരുമാതിരി എല്ലാ ന്യൂസ് പേപ്പർ ഓർഗനൈസേഷനും ഫയൽ ചെയ്തു. ഇവരൊക്കെ എന്തുണ്ടായി? ഈ കേസിനൊക്കെ ഫൈനലി സെറ്റിൽ, എല്ലാം ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽ ചെയ്തു. കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആസ് വി സ്പീക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹസ് സൈൻഡ് വിത്ത് ചാറ്റ് GPT. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങൾ പഠിക്കുന്നതിൽ ചാറ്റ് GPT ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഫോർ ഗോഡ്സ് സേക്ക്, 800-year-old യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ്. ഇത് ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹാസ് എ റൈറ്റ് ആൻസർ. സോറി ടു കൺഫ്യൂസ് യു.
നമ്മള് നേരത്തെ സംസാരിച്ചത് കുറച്ച് പുറകോട്ടേക്ക് പോയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നമ്മള് ചീറ്റ് ചെയ്യണം. ഇപ്പൊ മമ്മൂട്ടിയുടെ യങ് ഏജ് കാണിക്കുന്ന ഒരർത്ഥത്തിൽ ചീറ്റിംഗ് അല്ലേ, അതുപോലെയുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ഓഡിയൻസിനെ ചീറ്റ് ചെയ്യാണോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനിൽ തന്നെ അതുണ്ട്. അത് ഇന്നൊന്നും തുടങ്ങിയതല്ല. നമ്മൾ പ്രേതത്തിന്റെ കഥ പറയാറില്ലേ, നമ്മൾ മാജിക് നമ്മൾ ആസ്വദിക്കാറില്ലേ. വളരെ സ്ട്രോങ് ആണ് ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനിൽ ഇത്തരം ഫിക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അതിനെയൊക്കെ തന്നെ റിയലിസത്തിന്റെ കണ്ണിൽ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ചീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ലോ. അപ്പം ഇതും യഥാർത്ഥത്തിൽ AI വെച്ചിട്ടുള്ളത്. നമ്മൾ ഇനിയിപ്പം ഞാൻ പറയാം, സർവമായ എന്ന് പറയുന്ന സിനിമ ഇത്രയും ഓടുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യർക്ക് ആ ചീറ്റിംഗ് ഇഷ്ടമാണ്. അത് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണ്. നമുക്ക് മനുഷ്യന്റെ ലോക ഇത്രയും സക്സസ്ഫുൾ ആവുന്നതിന്റെ ബേസിക് ആയുള്ള അടിസ്ഥാനം ആ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ ഉള്ളത് കൊണ്ടാണ്. അതെ. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത്, ഇപ്പൊ AI-ക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു മോഡേൺ റോളാണ് യഥാർത്ഥത്തിൽ AI വഹിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അപ്പൊ നമ്മൾ ചീറ്റിംഗ് ആണോ റിലേറ്റീവ് ആണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. സജിതേച്ചി ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അതിൽ ആർക്കും തർക്കമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തർക്കമില്ല അതിനകത്ത്. കാര്യം തർക്കമല്ല ഞാൻ പറയാം, അതിന് വേറെ രീതിയിൽ ആലോചിച്ച് നോക്കി.